ർക്ക് നമസ്കാരം. വീണ്ടും കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് സാബു എം ജേക്കബിന്റെ വ്യക്തമായൊരു കിടിലൻ നീക്കം എന്ന് തന്നെ പറയാം. 3 നടിമാരെയാണ്, അതായത് അഖിൽ മാരാറിന് ശേഷം സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള 3 നടിമാരെയാണ് ഇപ്പോ സ്ഥാനാർത്ഥികളായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. സാബു എം ജേക്കബ് NDAയിലേക്ക് വരുന്ന സമയത്ത് തന്നെ നമ്മൾ വ്യക്തമായിട്ട് വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ളതാണ്. കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത്. അതിന്റെ ആദ്യപടിയാണ് 2020 NDAയുടെ ഭാഗമായത് എന്നുള്ളത് നമ്മൾ വ്യക്തമാക്കിയതാണ്. ആ പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അഖിൽ മാരാറിന് ശേഷം സാബു എം ജേക്കബ് പ്രഖ്യാപിച്ചിട്ടുള്ള നടിമാരും അവര് എവിടെയാണ് മത്സരിക്കുന്നത് എന്നുമാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. വീണ നായർ ഏറ്റുമാനൂര് മത്സരിക്കുന്നു, അഞ്ജലി നായർ തൃപ്പൂണിത്തറ മത്സരിക്കുന്നു, ലക്ഷ്മി പ്രിയ പെരുമ്പാവൂരിൽ മത്സരിക്കുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ ആളുകളൊക്കെ തോന്നുന്നത് പോലെ പറയുന്നുണ്ട്. ഇത്രത്തോളം സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആളുകളെയൊക്കെ ഇറക്കുമ്പോൾ ആ മണ്ഡലം എത്രത്തോളം കരുത്തുറ്റതാണ് NDAയുടേത് എന്നുള്ളത് കൂടി നമ്മളൊന്ന് ഒരു ഉദാഹരണത്തിന് മുന്നോട്ട് വെക്കാം. തൃപ്പൂണിത്തറ മണ്ഡലം എടുക്കുകയാണെങ്കിൽ വളരെ വ്യക്തമാണ്. കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനില് BJP ഒറ്റക്ക് അവിടെ 15,135 വോട്ട് പിടിച്ചിട്ടുണ്ട്. അതേ മണ്ഡലത്തിൽ 2020 കഴിഞ്ഞ നിയമസഭാ മണ്ഡലത്തില് 20,536 പിടിച്ചിട്ടുണ്ട്. അവിടെ വിജയിച്ചിട്ടുള്ള എൽദോസ് കുന്നംപള്ളിക്ക് 53,484 വോട്ടാണ് കിട്ടിയിട്ടുള്ളത്. കോൺഗ്രസ് ഈ പറയുന്ന തൃപ്പൂണിത്തറയിൽ ഇതുവരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. എൽദോസ് കുന്നംപള്ളിക്ക് എതിരെ വലിയ ആരോപണങ്ങളൊക്കെ ഉണ്ട് എന്നും അതുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി മറ്റൊരാളായിരിക്കും എന്നുള്ളതൊക്കെ ചർച്ചയാണ് മാധ്യമങ്ങളിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും എൽദോസ് കുന്നംപള്ളിയുടെ ടീമും കോൺഗ്രസിന് ഉള്ളിൽ തന്നെ തമ്മിൽ തല്ല് തുടങ്ങി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ മണ്ഡലത്തിലേക്കാണ് വ്യക്തമായിട്ട് സാബു എം ജേക്കബ് അഞ്ജലി നായരെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുന്നത്. നമുക്കറിയാം ഈ നടിമാരെയൊക്കെ തന്നെ സ്ത്രീകളിൽ വലിയ സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കുന്ന നടിമാര് തന്നെയാണ്. ഈ സ്ഥാനാർത്ഥിയൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ ഒരുപാട് ആളുകൾ ഉറഞ്ഞുതുള്ളി നടക്കുന്നുണ്ട്. അതില് കോമൺ ആയിട്ട് നിരവധി കമന്റ് ആയിട്ട് വന്നിട്ടുള്ളതിന്റെ ഒരു ഉദാഹരണം ഞാൻ ഇവിടെ കൊടുക്കാം. ഇത് ഫാഷൻ ഷോ അല്ല, ചെങ്ങായി ഇലക്ഷൻ ആണ്. മറ്റൊന്ന്, സിനിമയിലും സീരിയലിലും വേഷം കിട്ടാത്തത് കൊണ്ട് 2020 അഭിനയിക്കാൻ വന്നതാകും. ഇത്തരത്തില് നടിമാര് സ്ഥാനാർത്ഥി ആയതോട് കൂടിയിട്ട് ഒരുപാട് ആളുകള് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരണം നടത്തിയിട്ടുണ്ട്. അല്ല, LDFിലുള്ള മുകേഷ് ആരോപണം വന്നിട്ട് പോലും ഇപ്പോഴും സ്ഥാനാർത്ഥിയായിട്ടുള്ള ഗണേഷ് കുമാർ, അല്ല ഇവരൊന്നും സിനിമയിൽ അഭിനയിച്ച നടന്മാരായതൊന്നും ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ലേ? ഇവിടെ 2020 സ്ഥാനാർത്ഥിയായത് മാത്രമാണോ ഇവിടെ ആളുകൾക്ക് പ്രശ്നമുള്ളത്? കോൺഗ്രസ് എടുത്താല് രമേശ് പിഷാരടി പാലക്കാട്ടേക്ക് പോകുന്നു എന്നൊക്കെയാണ് മാധ്യമങ്ങളിൽ കാണുന്നത്. അതിന് മുമ്പേ തന്നെ ധർമ്മജൻ പോൾ ഘാട്ടി ബാലുശ്ശേരിയിൽ മത്സരിച്ചിട്ടില്ലേ? ജഗദീഷ് മത്സരിച്ചിട്ടില്ലേ? അങ്ങനെ എത്ര നടന്മാർ മത്സരിച്ചിട്ടുണ്ട്. പിന്നെ നടന്മാർ മത്സരിച്ചാൽ വിജയിക്കില്ല എന്നൊന്നും കേരളത്തിൽ പൊതുവെ ഒരു അഭിപ്രായമൊന്നുമില്ലല്ലോ. ഇവിടെ മുകേഷ് MLA ആയിട്ടില്ലേ, ഗണേഷ് MLA ആയിട്ടില്ലേ, സുരേഷ് ഗോപി MP ആയിട്ടില്ലേ? ഇവിടെ നടന്മാരെയും മലയാളികൾ തിരഞ്ഞെടുക്കാറുണ്ട്. അപ്പൊ 2020 BJPയുടെ ഭാഗമായിട്ട് നടന്മാരെത്തിയാല് അവരെ അങ്ങ് വളഞ്ഞിട്ട് ആക്രമിക്കാമെന്നുള്ള ആ സുഡാപ്പി തന്ത്രം, ആ കമ്മിക്കൊങ്ങി തന്ത്രമാണിപ്പോ കേരളത്തിൽ ഉടനീളം ഇപ്പോ നടിമാർക്കെതിരെയൊക്കെ ഈ പറയുന്ന ആളുകള് പയറ്റിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ സാബു എം ജേക്കബ് എന്ന ലീഡർ, വ്യവസായി എന്നതിൽ നിന്ന് മാറിയിട്ട് വ്യക്തമായിട്ട് കേരളത്തില് ഒരു രാഷ്ട്രീയ മാറ്റം കൊണ്ടുവരുന്ന ഒരു ലീഡറായിട്ട് സാബു എം ജേക്കബ് മാറി എന്നുള്ളതാണ് വലിയ യാഥാർത്ഥ്യം. നമുക്കറിയാം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പില് കേരളത്തിൽ BJP 0 എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇത്തവണ അത് 2 അക്ക സംഖ്യയിലേക്ക് വരുമെന്നുള്ളത് വലിയ യാഥാർത്ഥ്യമാണ്. സാബു എം ജേക്കബിന്റെയൊക്കെ NDA പ്രവേശനം എന്ന് പറയുന്നത് കേരളത്തിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതായത് തിരുവനന്തപുരം മുതൽ തിരുവമ്പാടി അങ്ങനെ എല്ലാ ജില്ലകളിലൂടെയും ഇതിന്റെ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. അത് ക്രിസ്ത്യൻ മേഖലയിലൊക്കെ വലിയ രീതിയിൽ മാറ്റം. അതായത് നമുക്കറിയാം
വഖഫ് ബോർഡ് വിഷയൊക്കെയായി ബന്ധപ്പെട്ട് ആ ഒരു സമയത്ത് തന്നെ BJP-യിലേക്ക് വലിയ രീതിയിൽ ക്രിസ്ത്യൻ സമൂഹമൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത്, അടുത്തോണ്ടിരിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമായിരുന്നു. ആ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ വരവിന് ഈ പറയുന്ന സാബു എം ജേക്കബിന്റെ 2020 പാർട്ടി NDAയുടെ ഭാഗമായതോട് കൂടിയിട്ട് സ്പീഡ് കൂടി എന്നുള്ളതൊക്കെ ഒരു വലിയ യാഥാർത്ഥ്യമാണ്. PC ജോർജ്, ഷോൺ ജോർജ് ഇവരുടെയൊക്കെ ഒരു NDAയുടെ ഭാഗമായതോട് കൂടിയിട്ട് കേരളത്തിൽ വലിയ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇത്തവണത്തെ നിയമസഭാ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോ നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾ, അതായത് മാതൃഭൂമി മുതൽ സകല പ്രമുഖ മാധ്യമങ്ങളും ഒരേപോലെ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്, കേവല ഭൂരിപക്ഷത്തിലേക്ക് UDF-നോ LDF-നോ ഒറ്റയ്ക്ക് എത്താൻ സാധിക്കില്ല. അതായത് വ്യക്തമായിട്ട് മാതൃഭൂമി തന്നെ പറയുന്നത് 66 LDF, 62 UDF, അതേഴ്സായിട്ട് 12 ഉണ്ട്. ഈ 12 BJP-ക്ക് NDA-ക്ക് എന്ന് നമ്മുടെ മാധ്യമങ്ങൾ ആരും തന്നെ പറയുന്നില്ല. നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളിലൊക്കെ തന്നെ BJP 0 എന്നുള്ളതിലേക്ക് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുക. അത് അവരുടെ അജണ്ടയാണ്. യഥാർത്ഥത്തിൽ കേരളത്തിലെ രാഷ്ട്രീയം തന്നെ വലിയ രീതിയിൽ കേരള രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുക. കേരള രാഷ്ട്രീയം വലിയ രീതിയിൽ മാറിക്കഴിഞ്ഞു എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ നാനാഭാഗങ്ങളിലും വലിയ രീതിയിൽ BJP-ക്ക് മുന്നേറ്റം ഉണ്ടാവാൻ പോകുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ലാത്ത വിഷയം തന്നെയാണ്. അതിൽ സാബു എം ജേക്കബിനൊക്കെ വലിയ രീതിയിൽ ഒരു സ്ഥാനമുണ്ട് എന്നുള്ളതുമാണ് യാഥാർത്ഥ്യം. ഇപ്പൊ സാബു എം ജേക്കബിനെതിരേക്ക് തോന്നുന്നത് പോലെ ആളുകൾ രംഗത്ത് ഇറങ്ങി തുടങ്ങി. കാരണം മറ്റൊന്നുമല്ല, ഇത് സാബു എം ജേക്കബിന്റെ NDAയുടെ ഭാഗമൊക്കെ ആയതോട് കൂടിയിട്ട് ഇവിടെ വലിയ മാറ്റം BJP-ക്ക് ഉണ്ടാവുന്നു. BJP ഇങ്ങനെ മാറ്റി നിർത്തുക എന്നുള്ള, അതായത് വർഗീയതയോ എന്ന് പറയുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ BJP അധികാരത്തിൽ, അതും നമ്മുടെ കേരളത്തിന്റെ തലസ്ഥാന നഗരിയിൽ തന്നെ BJP അധികാരത്തിലെത്തി BJP അവിടെയുള്ള ഓരോ ആളുകളെയും, അതായത് ഒരു മതവും നോക്കിയല്ല, മറിച്ച് മുസൽമാനാണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും എല്ലാവരെയും ഒരുപോലെ ചേർത്ത് പിടിച്ച് എല്ലാവർക്കും വികസനം എന്നുള്ളത് കൃത്യമായിട്ട് നമ്മുടെ കേരളത്തിന്റെ തലസ്ഥാന നഗരിയില് BJP ഉയർത്തിപ്പിടിക്കുക. ഇതൊക്കെ കേരളത്തിൽ ഉടനീളം വീടില്ലാത്തവർക്ക് വീട്, അതായത് നമ്മുടെ തലസ്ഥാന നഗരിയിൽ BJP ഭരിക്കുന്ന കോർപ്പറേഷൻ മാത്രമാണ് അവിടെ വീടില്ലാത്ത എല്ലാ ആളുകൾക്കും കോർപ്പറേഷൻ തന്നെ നിർമ്മിച്ചു കൊടുക്കുമെന്ന് പറയുന്നത്. ഇതേ പ്രഖ്യാപനങ്ങൾ കേരളത്തിൽ BJP അധികാരത്തിലെത്തിയാലും BJP ഉയർത്തിപ്പിടിക്കും. ഇതൊക്കെ സാധാരണക്കാർ കൃത്യമായിട്ട് തിരിച്ചറിയുന്നുണ്ട്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നടിമാരൊക്കെ തന്നെ 2020-യുടെ സ്ഥാനാർത്ഥിയൊക്കെ ആവാൻ ഈ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലകളിൽ NDA എന്തായിരുന്നു, സ്ഥാനാർത്ഥികൾ എത്രത്തോളം ഉണ്ടായിരുന്നു, എന്നാൽ ഇന്ന് NDAയുടെ ഭാഗമായിട്ട് മത്സരിക്കാൻ സെലിബ്രിറ്റികൾ മത്സരിക്കുന്നു. ഇത് കേരളത്തിൽ വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിന്റെ ഒരു കൃത്യമായ റിസൾട്ടാ. ഇതൊക്കെ ബോധമുള്ള ഏതൊരു മലയാളിക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കേരളത്തിൽ വലിയ രാഷ്ട്രീയ മാറ്റം ഉണ്ടാവുന്ന ഒരു തിരഞ്ഞെടുപ്പ് തന്നെയാണ് നമ്മുടെ പടിവാതിൽക്കൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. റിസൾട്ട് വരുമ്പോൾ NDA-ക്ക് BJP-ക്ക് വലിയ റിസൾട്ട് ഉണ്ടാവും എന്നുള്ളതിലും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.